നമസ്കാരം. 13 വർഷത്തോളം വരുമാനമില്ലാതെയുള്ള ജീവിതം. 8 വർഷത്തിനിടെ സംവിധാനം ചെയ്തത് ആകെ 3 സിനിമകളും. നടനും സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ ചലച്ചിത്രകാരൻ. താരങ്ങൾ ഭരിക്കുന്ന മല്ലുവുഡിൽ ഒരു സംവിധായകൻ്റെ പേര് തിരഞ്ഞ് ജനം തിയേറ്ററിൽ കയറുന്ന അപൂർവത ദിലീഷ് പോത്തന് സ്വന്തമാണ്. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നതും ദിലീഷ് പോത്തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചാണ്. കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിലെ ഓമല്ലൂരിൽ 1980 ഫെബ്രുവരി 19 ദിലീഷ് പോത്തൻ ജനിച്ചത്. കോതനെല്ലൂർ ഇമ്മാനുവൽസ് ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിക്ക് ശേഷം മൈസൂരിലെ സെന്റ് ഫിലോമിനാസ് കോളേജിൽ നിന്ന് BSc ബിരുദം നേടി. നാടകത്തിലും സിനിമയിലുമുള്ള അതീവ താല്പര്യം മൂലം കാലടിയിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ തിയേറ്റർ ആർട്സിൽ MAയും MPhilഉം നേടി. കോട്ടയത്തെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് തിയേറ്റർ ആർട്സിൽ ബിരുദവും. ഏറെ കഷ്ടപ്പെട്ടാണ് ദിലീഷ് പോത്തൻ ഇന്ന് കാണുന്ന രീതിയിലുള്ള താരസിംഹാസനത്തിലേക്ക് എത്തിയത്. അക്കഥ അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 13 വർഷത്തോളം ഒരു വരുമാനമില്ലാതെ ജീവിതം. സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. 28-30 വയസ്സൊക്കെ സ്ട്രഗ്ലിംഗ് സമയമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവർ ആ സമയം കൊണ്ട് സെറ്റിൽഡായി. നിനക്ക് ഭ്രാന്താണ്, വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നൊക്കെ അവർ ചോദിച്ചു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമെങ്കിലും അവർ എനിക്ക് കടം തന്നിട്ടെല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവർ എന്നെ ഫണ്ട് ചെയ്തിരുന്നുവെന്നും പറയാമെന്ന് മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയ സമയത്ത് ഒരുപാട് കടങ്ങളുള്ള ഒരാളായിരുന്നു താനെന്നും ദിലീഷ് പോത്തൻ പറയുന്നു. മൈസൂർ സെന്റ് ഫിലോമിനാസ് കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദമെടുക്കുമ്പോഴും ദിലീഷിൻ്റെ മനസ്സിൽ സിനിമയായിരുന്നു. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന കാലത്ത് ചില ഹ്രസ്വ ചിത്രങ്ങളും ആൽബങ്ങളും ചെയ്തിരുന്നു. പിതൃ സഹോദരനായ സ്റ്റീഫൻ ജേക്കബ് നിർമ്മിച്ച് വർണ്ണച്ചെപ്പുകൾ എന്ന ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ടെലിഫിലിമിൻ്റെ സംവിധാനം ദിലീഷ് പോത്തനായിരുന്നു. പക്ഷേ സിനിമ വഴങ്ങണമെങ്കിൽ മുഴുവൻ സമയവും അതിലേക്ക് ഇറങ്ങണമെന്ന് തോന്നി. അങ്ങനെയാണ് ജോലി ഉപേക്ഷിച്ച് കൊച്ചിയിലെത്തുന്നത്. 7ഓളം ചിത്രങ്ങളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചു. ആഷിഖ് അബുവിൻ്റെ സഹസംവിധായകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ കാലടി ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിയേറ്റർ ആർട്സിൽ MAയും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് MPhilഉം കരസ്ഥമാക്കി. 2010 പുറത്തിറങ്ങിയ 9 KK റോഡ് എന്ന ചിത്രത്തിൻ്റെ സഹസംവിധായകനായിട്ടാണ് തുടക്കം. തുടർന്ന് 22 ഫീമെയിൽ കോട്ടയം, ഡാത്തടിയ, ഗാങ്സ്റ്റർ എന്നീ ചിത്രങ്ങളിൽ ആഷിഖ് അബുവിൻ്റെ സഹസംവിധായകനായി പ്രവർത്തിച്ചു. ശരിക്കും ആഷിഖ് അബു സ്കൂളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ദിലീഷ്. പക്ഷേ ശിക്ഷൺ ഇപ്പോൾ ആശാനെ കടത്തിവെട്ടി. ഗുരുനാഥനായ ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ റൈഫിൾ ക്ലബ്ബിൽ ദിലീഷ് പോത്തനാണ് നായകൻ. പക്ഷേ ഗുരു ശിഷ്യൻ എന്ന രീതിയിലല്ല, നല്ല സുഹൃത്തുക്കൾ എന്ന നിലയിലാണ് അവരുടെ ബന്ധം. ആഷിഖ് അബുവിൻ്റെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലെ അഭിനയമാണ് ഒരു നടൻ എന്ന നിലയിൽ ദിലീഷ് പോത്തന് ബ്രേക്ക് ആയത്. ചന്ദനക്കുരിയൊക്കെ തൊട്ട് വന്ന് ബീഫ് ബിരിയാണി ചോദിക്കുന്ന ഇതിലെ സംവിധായകൻ്റെ വേഷത്തിൽ ദിലീഷ് ചിരിപ്പിച്ചു. 22 ഫീമെയിൽ കോട്ടയം, ഇടുക്കി ഗോൾഡ്, ഗ്യാങ്സ്റ്റർ, ഇയോബിൻ്റെ പുസ്തകം, റാണി പത്മിനി എന്നീ ചിത്രങ്ങളിലും അദ്ദേഹം വേഷങ്ങൾ ചെയ്തു. ഇതിൽ ദിലീഷ് നായർ സംവിധാനം ചെയ്ത ടമാർ പടാർ എന്ന ചിത്രത്തിൻ്റെ മുഖ്യ സംവിധായകനായിരുന്നു. 2016 മഹേഷിൻ്റെ പ്രതികാരത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. അതോടെ മലയാള സിനിമയിൽ പോത്തേട്ടൻ കൾട്ടിൻ്റെ തുടക്കവുമായി. ജനുവരിയിൽ ഇറങ്ങിയ രാജേഷ് പിള്ളയുടെ ട്രാഫിക് എന്ന ചിത്രമാണ് മലയാളത്തിൽ ന്യൂജൻ തരംഗത്തിന് തുടക്കം കുറിക്കുന്നത്. അതുവരെ നാം കണ്ട സാമ്പ്രദായിക രീതിയിലുള്ള വാർപ്പ് മാതൃകകളെ പൊളിച്ചുമാറ്റി പുതിയ ഒരു ദൃശ്യപരിസരമായിരുന്നു ചിത്രമൊരുക്കിയത്. നോൺ ലീനിയർ മോഡലിലുള്ള ഓഫ് ബീറ്റ് ഘടനയുള്ള ഒരു ചിത്രം ഹിറ്റായത് മലയാള സിനിമയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. പക്ഷേ അതിനുശേഷമുള്ള രണ്ടാം ന്യൂജൻ തരംഗം എന്ന് പറയുന്നത് 2016 ദിലീഷ് പോത്തൻ്റെ മഹേഷിൻ്റെ പ്രതികാരമായിരുന്നു.
ആ സമയത്ത് അടിക്കടി പടം പൊട്ടി നിൽക്കുന്ന ഫഹദ് ഫാസിൽ എന്ന നടന്റെ തിരിച്ചുവര കൂടിയായി അടിച്ചവനെ തിരിച്ചടിക്കാതെ ഇനി ചെരുപ്പിടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മഹേഷ്. ചെത്തി കുറിപ്പിച്ച പെൻസിൽ പോലെയാണ് പോത്തിന്റെ സിനിമകൾ. അനാവശ്യമായ ഒരു കഥാസന്ദർഭമോ കഥാപാത്രമോ സംഭാഷണ ശകലമോ ദൃശ്യമോ ദിലീഷ് സിനിമയിൽ ഉണ്ടാവില്ല. മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആയിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിന്റെ പ്രത്യേകത. ഇത് സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടെയായിരുന്നു പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന വാക്ക് തന്നെ ഉണ്ടാവുന്നത്. ചിത്രം ടൊറന്റിൽ റിലീസ് ചെയ്തതിനു ശേഷമായിരുന്നു പോത്തേട്ടൻ ബ്രില്യൻസ് എന്നൊരു പ്രയോഗം വ്യാപകമായത്. ചിത്രത്തിലെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് കണ്ടുപിടിച്ച് ആരാധകർ അങ്ങോട്ട് അർമാദിക്കുകയായിരുന്നു. അതുപോലെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നം മറ്റൊരു വ്യക്തിയിലേക്ക് എങ്ങനെ പടരുന്നുവെന്നത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ സിനിമ കാണിച്ചു തരുന്നു. ഇതെല്ലാം ആരാധകർ ആഘോഷിച്ചു. അങ്ങനെ ഒറ്റ ചിത്രം കണ്ട് ഒരു കൾട്ട് സംവിധായകനായി. അവാർഡുകളും അംഗീകാരങ്ങളും ചിത്രം വാരിക്കൂട്ടി. ഇത്രയധികം പേര് കിട്ടിയത് കൊണ്ട് തന്നെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ദിലീഷ് പോത്തൻ ചിത്രത്തെക്കുറിച്ച് അല്പം പേടിയും സിനിമാ ലോകത്തുണ്ടായിരുന്നു. കാരണം അത്രയും വലിയ ഹൈപ്പാണ് ചിത്രത്തിന് കിട്ടിയത്. ആദ്യ സിനിമയിൽ ഒരു ചക്കി ഇട്ടപ്പോൾ മുയൽ ചത്തുവെന്ന് കരുതി ഇനി അങ്ങനെ ഉണ്ടാവുമോ എന്ന് കാണാമെന്ന് വിമർശകരും പറഞ്ഞു. പക്ഷേ ഫഹദിനെ ഒരു കള്ളന്റെ വേഷത്തിൽ അവതരിപ്പിച്ച ചിത്രം മഹേഷിന്റെ മുകളിൽ പോയി. 2017 പുറത്തിറങ്ങിയ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ അഭിനയവും ശ്രദ്ധ പിടിച്ചുപറ്റി. അലൻസിയർ, നിമിഷ സജയൻ, വെട്ടുക്കിളി പ്രകാശ് തുടങ്ങിയ ചിത്രത്തിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചവർ പോലും ശ്രദ്ധിക്കപ്പെട്ടു. 2018 സംസ്ഥാന അവാർഡുകളിലും ചിത്രം തിളങ്ങി. മികച്ച സ്വഭാവ നടനായി അലൻസിയറും മികച്ച തിരക്കഥാകൃത്തായി സജീവ് പാഴൂരും തിരഞ്ഞെടുക്കപ്പെട്ടു. മഹേഷിന്റെ പ്രതികാരത്തിന്റെ പശ്ചാത്തലവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും മേക്കിങ്ങിലോ ആഖ്യാനത്തിലും തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന ചിത്രത്തിൽ ദിലീഷ് പോത്തൻ പുലർത്തിയിരുന്നില്ല. സജീവ് പാഴൂരിന്റെ തിരക്കഥയിൽ സംഭാഷണങ്ങൾ എഴുതാൻ കൂട്ടുകൂടിയിരിക്കുന്നത് ശ്യാം പുഷ്കരനാണ്. മലയാളത്തിൽ ചിലപ്പോൾ ആദ്യമായി ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന പോസ്റ്റ് സൃഷ്ടിച്ചിരിക്കുന്നത് ശ്യാമിന് വേണ്ടിയായിരിക്കും. ഒരു പോലീസ് സ്റ്റേഷനിലെ മോഷണ കേസ് അന്വേഷണമാണ് 2.25 മണിക്കൂർ പ്രേക്ഷകരിലേക്ക് ചിത്രം പകർന്നു നൽകുന്നത്. ഒരേ സംഭവം മോഷ്ടാവിൻ്റെയും മോഷ്ടിക്കപ്പെട്ടവൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എങ്ങനെ മാറി മറിയുന്നുവെന്ന് ചിത്രം കാണിക്കുന്നു. ഒടുക്കം സ്വന്തമായി ഒരു ഐഡിയ ഇല്ലാത്തവൻ്റെ വ്യതയും ചിത്രത്തിൽ പരാമർശ വിധേയമാകുന്നുണ്ട്. ഈ ചിത്രത്തിലും ഒരുപാട് പോത്തേട്ടൻ ബ്രില്യൻസ് ആരാധകർ കണ്ടുപിടിച്ചു. പക്ഷേ അധികമായാൽ അമൃതം വിഷമെന്നല്ലേ. ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് ട്രോളുകളായി. പിന്നീട് പ്രകൃതി പടങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ടായപ്പോഴും അതിന് കാരണക്കാരനായി ദിലീഷ് വിമർശിക്കപ്പെട്ടു. പക്ഷേ വിമർശകർ പറയുന്നത് പോലെ ഒരേ പാറ്റേണിലുള്ള ചിത്രങ്ങൾ ചെയ്യുന്ന വെറും പ്രകൃതി പടക്കാരനല്ല ദിലീഷ് എന്ന അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രം ജോജി തെളിയിക്കുന്നു. ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ദിലീഷ് പോത്തൻ ജോജി എഴുതിയത്. ആമസോൺ പ്രൈമിലൂടെ നേരിട്ട് റിലീസ് ചെയ്ത ചിത്രവും ചലച്ചിത്ര പ്രേമികളെ ആകർഷിച്ചു. തൻ്റെ മുൻ ചിത്രങ്ങളിലെ ഒരു സാമ്യവും ഇവിടെ ഉണ്ടായിരുന്നില്ല. കോട്ടയത്തെ പ്രമുഖ കുടുംബത്തിലെ കാരണവരായ PK കുട്ടപ്പൻ എന്നയാളെയും മക്കളിലൂടെയുമായിരുന്നു അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും കഥ ദിലീഷ് പറഞ്ഞത്. കുട്ടപ്പൻ്റെ ഇളയ മകനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ജോജി, അതായത് ഫഹദ് അവതരിപ്പിച്ച കഥാപാത്രം. ആവശ്യത്തിലധികം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാൻ കുട്ടപ്പൻ മക്കളെ അനുവദിക്കാറില്ല. അതിനാൽ അപ്പനോടുള്ള ഭയത്താലും ബഹുമാനത്താലും അയാളെ അനുസരിച്ച് ജീവിച്ചിരുന്ന മക്കളിൽ ചിലർ അയാളുടെ മരണത്തിനെ യാചിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ 74 വയസ്സായെങ്കിലും ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന കുട്ടപ്പന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. മൂത്ത മകനായ ജോമൻ, അതായത് ബാബുരാജ് അവതരിപ്പിച്ച കഥാപാത്രം മാത്രമാണ് അപ്പൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതേ അവസരത്തിൽ അപ്പൻ്റെ കട്ടിലൊഴിഞ്ഞിട്ട് തൻ്റെ ശുക്രൻ ഉദിക്കുന്നതും സ്വപ്നം കണ്ട് ജീവിക്കുന്ന ജോജി അതിനായി വളഞ്ഞ വഴി സ്വീകരിക്കുന്നതും തുടർന്ന് അരങ്ങേറുന്ന സംഭവങ്ങളുമാണ് സിനിമയിൽ കാണുന്നത്. ഈ ചിത്രത്തിലെ നായകൻ ഹീറോ അല്ല, മറിച്ച് ദുരന്തമാണ്. മക്കളുടെ കൂട്ടത്തിൽ മെല്ലിച്ചും എല്ലിച്ചും അതിദുർബലനാണ് ജോജി. സഹോദരപുത്രനായ പോപ്പിൽ നിന്ന് കിട്ടുന്ന എയർഗൺ അയാൾക്ക് ബലമേകുന്നുണ്ട്. അയാൾക്ക് അധികാരം പ്രയോഗിക്കാനാകുന്നത് പോപ്പിക്ക് മുന്നിൽ മാത്രമാണ്. ലേഡി മാക്ബത്ത് സൂചനകളുള്ള ബിൻസി ചിത്രത്തിൽ ശ്രദ്ധേയമായി. ഇരകൾ KG ജോർജ് സിനിമയാണ് ജോജിയിലേക്ക് മാക്ബത്തിനേക്കാൾ വെളിച്ചം വീശുന്നത് എന്ന പഠനങ്ങളും പിന്നീടുണ്ടായി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ KG ജോർജ് ആണെന്ന് ഒരു അഭിമുഖത്തിൽ ദിലീഷ് പറയുന്നുണ്ട്. ഈ ചിത്രവും ദിലീഷിന് വലിയ പേര് തന്നെയാണ് ഉണ്ടാക്കിക്കൊടുത്തത്. ആദ്യ വിജയം ആകസ്മികമല്ല എന്ന് അയാൾ തുടർച്ചയായി തെളിയിച്ചു.
ഇന്ന് അഭിനേതാവ് എന്ന നിലയിലും ദിലീഷ് തിളങ്ങി നിൽക്കുന്നു. മമ്മൂട്ടിയുടെ ടെർബോ, ബിജു മേനന്റെ തലവൻ, ചെറിയ ബജറ്റിൽ ഇറങ്ങി ഹിറ്റായി മാറിയ ഗോളം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഈ നടനെ കാണാം. പക്ഷേ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങിയ ഒരു വലിയ യാത്രയാണിത്. മൈസൂരിൽ വിദ്യാർത്ഥിയായിരിക്കെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതറിഞ്ഞ് കാണാനായി പോയ ദിലീഷിനെ ലാൽ ജോസിന്റെ സഹായികൾ ജൂനിയർ ആർട്ടിസ്റ്റായി ക്യാമറയ്ക്ക് മുന്നിൽ പിടിച്ചു നിർത്തി. ദിലീപും സംയുക്ത വർമ്മയും സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഒപ്പമുള്ള കാണികളിൽ ഒരാളായി ദിലീഷും ഇരുന്നു. പക്ഷേ സിനിമയിൽ ആ മുഖം വ്യക്തമായിരുന്നില്ല. പക്ഷേ അതായിരുന്നു ആദ്യ അഭിനയം. അഭിനയ മികവിൽ ദിലീഷിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കണ്ട സിനിമകളാണ് രഞ്ജൻ പ്രമോദിന്റെ ഓ ബേബിയും പത്മകുമാറിന്റെ ജോസഫും. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പ്രകടനം ജോസഫിലാണ്. അതിൽ തന്റെ ഭാര്യയെ കല്ലറയിലടക്കുമ്പോഴുള്ള മാനസിക സംഘർഷവും മറ്റും ദിലീഷ് അസാമാന്യ മികവോടെ അവതരിപ്പിക്കുകയുണ്ടായി. ചലച്ചിത്രകാരൻ എന്ന നിലയിൽ പാലിക്കുന്ന മിതത്വവും ഒതുക്കവും ഭാവാഭിനയത്തിലും കൊണ്ടുവരാൻ ദിലീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. താരത്തിന്റെ ഈ അഭിനയ മികവിനെ പോത്തേട്ടൻ ഇഫക്റ്റ് എന്ന് ഓമനപ്പേരിട്ടാണ് ആരാധകർ വിളിക്കുന്നത്. പക്ഷേ നടൻ എന്ന നിലയിൽ തനിക്ക് ആത്മവിശ്വാസം പോരാ എന്നാണ് അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്നത്. നടനായി നിലനിൽക്കുക എന്നത് തന്റെ ലക്ഷ്യമല്ലെന്നും സ്വന്തം കാഴ്ചപ്പാടിൽ താൻ അത്ര മികച്ച നടനല്ലെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഇന്ന് വിജയിച്ച ഒരു നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. തിരക്കഥാകൃത്തും സുഹൃത്തുമായ ശ്യാം പുഷ്കരനുമായി ചേർന്നാണ് വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന പേരിലുള്ള ചലച്ചിത്ര നിർമ്മാണ കമ്പനി ദിലീഷ് തുടങ്ങിയത്. ഇതിന്റെ കീഴിലാണ് കുമ്പളങ്ങി നൈറ്റ്സ് നിർമ്മിച്ചത്. ചിത്രം വമ്പൻ ഹിറ്റായി. എന്നാൽ അടുത്തതായി നിർമ്മിച്ച തങ്കം എന്ന സിനിമ കലാപരമായി മികച്ചതാണെങ്കിലും സാമ്പത്തികമായി വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹം നിർമ്മാണ പങ്കാളിയായ പ്രേമലുവാണ് 100 കോടി കടന്ന് ചരിത്രമായിരിക്കുന്നത്.